ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസണിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു പേര് തന്നെയാണ് നമ്മുടെ അനീഷിൻ്റെ പേര്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുടെ ഒരു അനുമോളുമായിട്ടുള്ള കോംബോ കാണാൻ രസമൊക്കെ തന്നെയാണ്. അവരുടെ അനീഷിൻ്റെ ചിരിയും അനുമോളുടെ ഓരോ ഡയലോഗുകളും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുന്നത്, ഈ ഒരു സമയത്ത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസാന നിമിഷത്തിൽ അതങ്ങനെ ഒരു കോംബോ വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർ തമ്മിൽ ഒന്നും ഇല്ലായിരിക്കാം, പക്ഷേ അനീഷ് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം. ആളുടെ ഈ അനുവിൻ്റെ ഓരോ വാക്ക്, അനു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനായിരിക്കും ആ ഒരു കുരുക്കിട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കുരുക്കിൽ അനീഷ് വീഴരുതായിരുന്നു. അനീഷിൻ്റെ സ്നേഹം ചിലപ്പം ജെനുവിനായിരിക്കാം, അത് പറയുന്നുണ്ടായിരിക്കത്തില്ല, ഇല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ലായിരിക്കാം എങ്കിലും. പക്ഷേ ഇങ്ങനെ ഒരു കോംബോ വേണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു സീസണിൽ വന്നപ്പം തൊട്ട് തന്നെ ഇതുവരെയും അദ്ദേഹം ഒറ്റയ്ക്കാണ് നിന്നത്. ഷാനവാസോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ് എങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു, താൻ ഒരു കോമണറാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്നൊരു ഇമേജ് ഉണ്ടാക്കി എടുത്തിട്ട് ഈ അവസാന ഒരു നിമിഷത്തിൽ വന്ന് ഒരു ഗ്രൂപ്പിനകത്ത് പെട്ടു, അല്ലെങ്കിൽ ഒരു കോംബോ ഉണ്ടാക്കി എടുക്കുന്നു. ആ ഒരു രീതി അവസാനം വന്ന് കല ഉടയ്ക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. അത് നല്ലതായിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുക, ഒറ്റയ്ക്ക് തൻ്റേതായ കഴിവുകൾ കാണിക്കുക, പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എലമെൻറ്റുകൾ ഈ ഒരു അവസാന നിമിഷങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു പോരാളിയായിട്ട്, അല്ല നല്ലൊരു മറ്റുള്ളവർക്ക് നല്ലൊരു എതിരാളിയായിട്ട് നിൽക്കേണ്ട അനീഷ് ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ആര്യനും ജിസയിലും പോലെ ഒരു കോംബോ പിടിക്കുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അത് വേണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം.